ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു വെയിലൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നേരെ വന്ന് പൂരിയും മീൻ കറിയൊക്കെ കൂട്ടി നല്ലൊരു ചായയൊക്കെ കുടിച്ച് കുളിച്ച് മാറ്റി ഞാനും ചന്തും കൂടി ഇതാ ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് നേരെ പോകുന്നത് കാന്താര മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിലിം ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കാണണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനും ചന്തും കൂടി പോകാൻ വേണ്ടി ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഭയങ്കര സന്തോഷിച്ചാണ് ഞാനിങ്ങനെ തുള്ളിച്ചാടിയാണ് പോകുന്നത്. കാരണം ലോകം കാണാൻ പോകണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇതിന് പോകണമെന്നും ഞാൻ കുറേ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഇതിന് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നേരെ ടാക്കീസിലോട്ട് കയറി ഒരു ഉപ്പി വെള്ളവും മേടിച്ച് അങ്ങനെ സിനിമ ഇതാ ഇങ്ങോട്ട് തുടങ്ങി. അടിപൊളി സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു രോമാഞ്ചം വരുന്ന കുറേ സീനുണ്ട്. പിന്നെ എണീറ്റിരുന്ന് ഈ തെയ്യാക്കുന്നത് പോലെ ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് ആക്കുന്നുണ്ടല്ലോ, ആ സൗണ്ടൊക്കെ ആക്കാൻ വേണ്ടി തോന്നും. അമ്മാതിരി എന്താ പറയുക, ശരിക്കും തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളിയാണ്. ചന്തുവിനോട് ചോദിച്ചപ്പോഴും ചന്തുവും പറഞ്ഞു അടിപൊളിയാണെന്ന്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ ഈ തെയ്യത്തിൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് എണീറ്റ് നിന്ന് കൂക്കുന്നതൊക്കെ. അപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു ഫീലാണ്, ആരെങ്കിലും കൂക്കുമോ, ഇനി ഞാൻ എണീറ്റ് നിന്ന് കൂക്കുമോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു. അടിപൊളിയാണ്, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. അങ്ങനെ പിന്നെ നേരെ നമ്മുടെ മെയിൻ പരിപാടിയാണ് എന്തെങ്കിലും കുത്തി കയറ്റുക എന്നുള്ളത്. അങ്ങനെ നേരെ നമ്മൾ ക്ലബ് ഫലൂദിലേക്ക് വിട്ടു. സാൻഡ്വിച്ച് മേടിച്ചു, മയോണീസിലൊക്കെ ഇങ്ങനെ മുക്കി കെച്ചപ്പിലൊക്കെ മുക്കിയിട്ട് അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഫുൾ വടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ചന്തുവാണെങ്കിൽ മയോണീസിൻ്റെ പാത്രത്തിലൊക്കെ കൈയിട്ട് നക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്മേനെ വിളിച്ചപ്പോൾ പറഞ്ഞു സെഞ്ച്വറിയിൽ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 49 രൂപ 99 രൂപേൻ്റെ ഒക്കെ സാധനം. അപ്പോൾ ഒരു പാൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഞ്ച്വറിയിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട, ഫുള്ള് തിരക്കാണ്, ജാമാണ്. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറ്റി നോക്കുമ്പോഴും കണ്ട നിങ്ങളവിടെ കാണുന്നില്ല, അത്രയും തിരക്കാണ്. കുറച്ച് ആൾക്കാരെ മാത്രമേ കയറ്റുന്നുള്ളൂ. അവസാനം നമ്മളൊന്നും വാങ്ങിയിട്ടില്ല, വെറുതെ അവിടെ നോക്കിയിട്ട് തിരിച്ച് നമ്മളിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോൾ തന്നെ ഇച്ചുതാ ഓടിച്ചാടി വരുന്നുണ്ട്. ഇച്ചുവിനെ അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആക്കിയിട്ടാണ് പോയത്. അങ്ങനെ ഇച്ചുവിനൊരു കേക്കൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങ് ഹാപ്പി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗായ്സ്.